ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളൊരു സാരി വെയർ ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെ സാധനങ്ങളാണ് അതിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അപ്പൊ ആ ഒരു സാരിയുടെ പ്രോഡക്റ്റ് വെച്ച് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സാരി ബിസിനസ് നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ ഒരു സാരി നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേന് ലേഡീസ് സാരിയിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന വെറൈറ്റി സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ഗാർമെന്റ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഗാർമെന്റ് ബിസിനസ്സിൽ ഏത് വെറൈറ്റി ആണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് സാരീസ് തന്നെ എടുക്കാം. സാരി നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേന് ലേഡീസ് ഒരു പെർഫെക്റ്റ് ആയിട്ട് സാരി വെയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? പെർഫെക്റ്റ് ആയിട്ട് സാരി വെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോൾ ആവശ്യമാണ്. പെട്ടെന്ന് ഒരു സാരി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യണമെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യണമെങ്കിൽ റെഡിമെയ്ഡ് ബ്ലൗസ് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അൺസ്റ്റിച്ചർ മെറ്റീരിയൽ ആവശ്യമാണ്. പിന്നെ സാരി വിത്തൗട്ട് അണ്ടർ സ്കേർട്ടിൽ നമുക്ക് ഉടുക്കാനേ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അണ്ടർ സ്കേർട്ടിന്റെ വെറൈറ്റി വേണം. മാത്രമല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഷേപ്പ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യേണ്ട ഷേപ്പ് വെയർ ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? മിനിമം ഒരു 25,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഗാർമെന്റ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സാരി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡായിട്ട് ആഡ് ഓൺ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ അണ്ടർ സ്കേർട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 50 രൂപയിലാണ് നമ്മുടെ അണ്ടർ സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് സൈസസ് അവൈലബിൾ ആണ്. നോക്കിയേ, ഇതുപോലെ നമുക്ക് കളർ ടൂൺസിൽ അവൈലബിൾ ആണ്. ആ ഇരിക്കുന്ന കംപ്ലീറ്റ് കളക്ഷൻസും അണ്ടർ സ്കേർട്ടിന്റെ ആണ്. നമുക്ക് ഒരു ബഞ്ചിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്, ഡാർക്ക്, ലൈറ്റ്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. കംപ്ലീറ്റ് ഇന്റർലോക്കിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ ജംബോ സൈസ് വരെ അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ് നോക്കാം, കംപ്ലീറ്റ് ഇന്റർലോക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. പക്ഷെ ഇന്നത്തെ ലേഡീസ് ഇതുപോലുള്ള കോട്ടൺ അണ്ടർ സ്കേർട്ട്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് ഷേപ്പ് വെയർ അല്ല. കാരണം സാരി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയി ഷേപ്പിൽ ഇരിക്കണമെങ്കിൽ ഈ ഒരു കളക്ഷൻ അത്യാവശ്യമാണ്. അപ്പൊ ഇതുപോലുള്ള കളക്ഷനും കൂടി നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇത് നല്ല കോട്ടൺ ബേസ്ഡ് ആണ്, നല്ല സ്ട്രെച്ചബിൾ ആണ്, ഏത് സൈസിനും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്റർലോക്കിലാണ് നമുക്ക് സ്റ്റിച്ച് വിട്ടുപോകുക, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഫോൾസ് നമുക്ക് 9 രൂപ മുതലാണ് ഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കി, ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്, നിങ്ങൾക്ക് ഏത് കളർ ഷെയ്ഡാണ് അത്യാവശ്യം ഒരൊറ്റ ബഞ്ചിൽ തന്നെ നമുക്ക് ലൈറ്റും ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. 9 രൂപ തൊട്ടാണ് നമ്മുടെ ഈ ഒരു ഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർന്നിട്ടില്ല. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് ഏറെ ഡിമാൻഡാണ് ഇപ്പോഴും എപ്പോഴും എന്നും. കാരണം നമുക്ക് നമ്മുടെ രീതിയിൽ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് ഹാഫ് സ്ലീവ്, സ്ലീവ്ലെസ്, പഫ് സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ മെറ്റീരിയൽസിന്റെ കളക്ഷൻസും അവൈലബിൾ ആണ്. ഇതുപോലത്തെ പൗച്ച് പാക്കിങ്ങിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് 15 പീസോളം വരുന്നുണ്ട് സെറ്റിൽ. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിൽ കോട്ടൺ ഫാബ്രിക്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതുപോലെ മെറ്റീരിയൽസിന്റെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇതില് പ്ലെയിൻ കളേഴ്സും നമുക്ക് വെക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നോക്കാൻ പറ്റും, പ്ലെയിൻ കളേഴ്സിൽ നമുക്ക് ഇതുപോലെ ലൈറ്റ്, ഡാർക്ക് എല്ലാം ഒറ്റ ബഞ്ചിൽ തന്നെ അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ടുള്ള കളർ ഷെയ്ഡ് ഇന്നും ട്രെൻഡ് ആണ് അല്ലെ. അപ്പൊ ഇതുപോലത്തെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് നമുക്ക് വെക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാണ് നമുക്ക് എന്താ വേണ്ടേ? അസ്തർ വേണം. അസ്തർ എന്ന് പറഞ്ഞാൽ ലൈനിങ് കളക്ഷൻസും അത്യാവശ്യമാണ്. അതിലും നമുക്ക് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡാർക്ക് ഷെയ്ഡ് ആണോ ലൈറ്റ് കളർ ആണോ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ഏത് കളേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഓൾമോസ്റ്റ് കളക്ഷൻസ് എല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കാം. മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു സാരി ബിസിനസ് ആണുള്ളെങ്കിൽ സൈഡായിട്ട് ആഡ് ഓൺ ചെയ്യുവാണെങ്കിൽ സാരി എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവർക്ക് സാരിക്ക് ചേരുന്ന ഈ ഒരു കളക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു സൈഡ് ഇൻകം കൂടി കിട്ടുന്നതായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ മാത്രം സ്പെഷ്യൽ ഗാർമെന്റ് ബിസിനസ് ആണ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്
കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ബിസിനസ് ആണ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത്, എങ്ങനത്തെ ബിസിനസ് ആണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈൻ ടീമിലുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. ആൻഡ് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിൽ വെളിയിലോ ഇന്ത്യയിലെ വെളിയിലോ എവിടെയായിക്കോട്ടെ വേർഡ് ഷിപ്പിംഗും നമുക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ ഒരു ബിസിനസിന്റെ കുറച്ച് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ സാരി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ സൈഡായിട്ട് ഈ ഒരു കളക്ഷൻ തന്നെ ഇപ്പൊ തന്നെ സ്റ്റോക്ക് വെച്ചോളൂ കേട്ടോ. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിലെ നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ വെറൈറ്റീനെ പറ്റി, നിങ്ങളുടെ ബിസിനസിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താലും ഡെയിലിയുള്ള വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷന്റെ ഹോൾസെയിൽ പ്രൈസ് അറിയാൻ ഇപ്പൊ തന്നെ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.